തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന സ്ഥിരീകരണം. 2 കുട്ടികളുടെ അസ്ഥികൾ ഉണ്ട് എന്ന കണ്ടെത്തലുമുണ്ട്. പ്രതികളായ അനീഷയെയും ഭവിനെയും കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. MS ലിഷോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, ഈ കുട്ടികളുടെ അസ്ഥിയാണെന്ന് നേരത്തെ തന്നെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിലും പരിശോധനയിലും മനസ്സിലായിരുന്നു. ഇപ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ്. അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? എന്തൊക്കെ ശാസ്ത്രീയ തെളിവുകൾ ഇതിനകം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടികളാണ്. ഈ അസ്ഥികൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷമുള്ള പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. 2 ഇടങ്ങളിൽ നിന്നായി കുഞ്ഞുങ്ങളുടെ അസ്ഥി കണ്ടെത്തിയിരുന്നു. അതായത് ഒന്ന് ഈ പ്രതിയായ ഭവിൻ്റെ വീട്ടിൽ നിന്നും, അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും, ഈ അനീഷയുടെ വീട്ടിൽ നിന്നും, ഈ 2 പേരുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഈ അസ്ഥികൾ അത് കൃത്യമായി ഈ 2 കുഞ്ഞുങ്ങളുടെ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതായി വേണ്ടത് DNA പരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു. ആ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി അതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് അതിനെ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനയിൽ നിന്ന് പ്രധാനമായും കണ്ടെത്തേണ്ടത് ഈ 2 കുഞ്ഞുങ്ങളും ഈ 2 പേരുടെയും തന്നെയാണ് എന്നുള്ള ഒരു പരിശോധനാ ഫലം വേണം. അങ്ങനെയാണെങ്കിലാണ് ശാസ്ത്രീയമായി ഈ കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ കണ്ടെടുത്ത ഈ അസ്ഥികൾ ഈ ഭവിൻ ആദ്യം ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് ജൂൺ 29-ാം തീയതിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമാവുകയാണ്, കൂടുതൽ വ്യക്തമാവുകയാണ്. ശാസ്ത്രീയമായ തെളിവ് പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ്. നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന സ്ഥിരീകരണം.